നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് നിന്റെ ചേച്ചിയാ? ചേച്ചി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന ഇവരെ ചേച്ചി നല്ല വിളിക്കണ്ട. വേറെ വല്ല ഭാഷയോ? എന്താ ഇത്? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ല. എന്താ ഇതെന്ന്? ഞാൻ ഇപ്പൊ മോളെ കുളിപ്പിച്ചു കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതില്ലായിരുന്നല്ലോ. ആവണി, ആവണി. എന്താ അമ്മേ? ഡേ, നീയാണോ കുഞ്ഞിന്റെ അരയിൽ ഈ ചരട് കെട്ടിക്കൊടുത്ത്? അല്ല. ഡേ, സത്യം പറ, നീയല്ലേ? ഏട്ടത്തി അവളെ വരട്ടണ്ട. ഇത് ചെയ്തത് അവളല്ലാന്ന് എനിക്കറിയാം. ഈ വീട്ടില് ഇതിപ്പോ ഒരാളെ ചെയ്യൂ. ഈ നിൽക്കുന്ന ചേച്ചി തന്നെ. ഏട്ടത്തെ അതിന് സഹായം ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്തിനാ ഒന്നും അറിയാത്ത പോലെ നിന്നങ്ങ് അഭിനയിക്കുന്നേ? ഡേ ആതിരെ, ചുമ്മാ എന്റെ മെക്കിട്ട് കയറല കേട്ടോ. ഞാനിത് ചെയ്തിട്ടുമില്ല, ആർക്കും കൂട്ടു നിന്നിട്ടുമില്ല. അർച്ചന പറ, നീയാണോ ഇത് ചെയ്ത്? ഞാൻ അറിഞ്ഞ കാര്യമല്ല എടുത്തേ, സത്യം. എന്താ അതിലിത്? പ്രസവിച്ച ഞാൻ അറിയാതെ എന്റെ കുഞ്ഞിന്റെ നൂല് കെട്ട് ചേച്ചി ഒറ്റയ്ക്കങ്ങ് നടത്തി. ഇനി അമ്മ പറ, ഞാൻ ബഹളം വെച്ചാണോ കുഴപ്പം? അതോ മൂത്ത മോളുടെ കയ്യിലിരിപ്പാണോ പ്രശ്നം? എന്താ മോളെ ഇതൊക്കെ? എനിക്കറിയില്ല അച്ഛാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അറിയാതെ പിന്നെ ഈ നൂലും ഏലസും പറന്നു വന്നതാണോ? കുഞ്ഞിനെ എടുക്കരുതെന്നും ചടങ്ങുകളൊന്നും മുന്നിൽ നിന്ന് നടത്താൻ നിൽക്കരുതെന്നും ഞാൻ പറഞ്ഞതിന് പ്രതികാരം തീർത്തല്ലേ നിങ്ങള്? ഇനി അച്ഛനും അമ്മയും അനുപേട്ടനൊന്നും നിൽക്കണ്ട. ചടങ്ങുകളൊക്കെ എന്റെ ചേച്ചി നടത്തി കഴിഞ്ഞു. അച്ചു അത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നീട് ആര് ചെയ്തു എനിക്കറിയണം. എന്നോടും ഈ ചടങ്ങിനോടും താല്പര്യമില്ലാത്ത ഒരേ ഒരാളെ ഇവിടെ ഉള്ളൂ, അതെന്റെ ചേച്ചിയാ. ഇത് ചെയ്തത് ഇവരല്ലെങ്കിൽ പിന്നെ വേറെ ആരാ? ഇത് ചെയ്തത് അർച്ചനയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ആതിര പറഞ്ഞതുപോലെ ഇവിടിപ്പം വേറെ ആരും ഇത് ചെയ്യാനാ? നമ്മളെല്ലാവരും ഇവിടെ സംസാരിച്ചു നിൽക്കുവല്ലായിരുന്നോ? നിങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം ഏട്ടത്തി. ദേഷ്യവും വാശി ഇത്തിരി കൂടുതലാണ് എന്റെ ചേച്ചിക്ക്. പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മുഹൂർത്ത സമയത്തിനു മുമ്പ് മറ്റൊരു ചരട് കെട്ടിക്കൊടുത്തത് ശരിയായില്ല. അതാരായാലും. ദേഷ്യത്തിനും വാശിക്കും ചെയ്യാനുള്ള കാര്യമല്ലത്. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ അറിയാത്ത കാര്യം ഇത്. ഏട്ടത്തി അത് ചെയ്യില്ലെന്ന് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്കും സച്ചേട്ടനും അത് മനസ്സിലാവും. നിങ്ങളൊക്കെ അതേ മനസ്സിലാക്കും. തെളിവ് സഹിതം മുന്നിൽ ഉണ്ടായിട്ടും നിങ്ങളൊക്കെ ഇപ്പോഴും അവിശ്വസിക്കുന്നത് എന്നെയാ. ഞാനിത് കള്ളം പറഞ്ഞുണ്ടാക്കിയതൊന്നും അല്ല. ഇനി നീ അതിനെ പറഞ്ഞു പെരുപ്പിച്ച് അതൊരു വലിയ വഴക്കിലേക്ക് കൊണ്ടുപോണ്ട. ആ ചരടങ്ങ് അഴിച്ചു മാറ്റിയ പ്രശ്നം തീർന്നില്ലേ?
ഇതിലിപ്പോ ഈ വീട്ടുകാരെ മുഴുവൻ സംശയത്തിൽ അകപ്പെടുന്നത് എന്തിനാ? പകല് പോലെ വ്യക്തതയുള്ള ഒരു കാര്യത്തിന് എന്തിനാ ഞാൻ എല്ലാരും സംശയിക്കുന്നത്? ഇവരെ ഇത് ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാ അത്. ഇവര് ദേ, ഇത് നിന്റെ ചേച്ചിയാ. ചേച്ചി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന ഇവരെ ചേച്ചി നല്ല വിളിക്കണ്ട. വേറെ വല്ല ഭാഷയോ? ദേ, മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്നും എന്താ പറയേണ്ടതെന്നും ആലോചിച്ച് വേണം സംസാരിക്കാൻ. കുറെ ദിവസമായി നീ ഇത് തുടങ്ങിയിട്ട്. കമലേ, മോളെ ആതിരേ, നിന്റെ കുഞ്ഞിനോട് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. നൂലുകെട്ട് നടത്താൻ നിങ്ങളൊരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈശ്വരനെ സാക്ഷി നിർത്തി ചെയ്യുമ്പോഴേ ഈ ചടങ്ങിന് അർത്ഥമുണ്ടാവും. അല്ലാതെ ആരെങ്കിലും ചെയ്തു എന്ന് കരുതി ചടങ്ങാവില്ല. അതുകൊണ്ട് സന്ദീപ് പറഞ്ഞതുപോലെ ആ ചരടം കഴിച്ചു മാറ്റ്. എന്നിട്ട് ചടങ്ങായിട്ട് തന്നെ നമുക്ക് നൂല് കെട്ടാം. നല്ലൊരു ദിവസമായിട്ട് അതൊരു വഴക്കിൽ അവസാനിപ്പിക്കരുത്. അർച്ചനയാണ് ചെയ്തതെന്ന് ആതിര വിശ്വസിക്കുന്നെങ്കിൽ അർച്ചനയ്ക്ക് വേണ്ടി ആതിരയോട് ഞാൻ മാപ്പ് ചോദിക്കാം. അച്ഛനും അമ്മയും പറയും പോലെ ഇനിയൊരു വഴക്ക് വേണ്ട. ഒരു വഴക്കിനും എനിക്കും താല്പര്യമില്ല. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ചരട് അഴിച്ചു മാറ്റി ചടങ്ങ് നടത്താം. പക്ഷെ എന്റെ അഭിപ്രായവും എല്ലാവരും മാനിക്കണം. ഈ ചരട് ഇവർ തന്നെ അഴിക്കണം. ഇനി നടക്കുന്ന ചടങ്ങുകൾക്ക് ഇവരുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ചടങ്ങും വേണ്ട. ആതിരേ, ഈ സന്ദർഭം നീ മുതലെടുക്കരുത്. ഏട്ടത്തില്ലാതെ ഈ ചടങ്ങ് നടക്കില്ല. ഏട്ടത്തി നൂല് കെട്ടിന്നല്ലേ നീ പറയുന്നത്? എന്റെ മോൾക്ക് ഏട്ടത്തി കെട്ടി ആ നൂല് തന്നെ മതി. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.